കൊപ്പൽ അബ്ദുള്ള സൗഹൃദ വേദിയുടെ നേതൃത്വത്തിൽ കൊപ്പൽ അബ്ദുള്ള അനുസ്മരണം സംഘടിപ്പിച്ചു. പുലിക്കുന്ന് ജില്ലാ ലൈബ്രറി ഹാളിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. City Gold and Diamonds, Kerala and Karnataka, the glow of purity. കൊപ്പൽ അബ്ദുള്ള സൗഹൃദ വേദിയുടെ നേതൃത്വത്തിൽ നഗരസഭ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൗൺസിലറുമായിരുന്ന കൊപ്പൽ അബ്ദുള്ള അനുസ്മരണം സംഘടിപ്പിച്ചു. പുലിക്കുന്ന് ജില്ലാ ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണം നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം അത് അറിഞ്ഞുകൊണ്ട് അവിടെ പോയി എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്താമെന്ന് ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവിടുന്ന്, അല്ലെങ്കിൽ കോഴിക്കോട് നിന്നാണ് ചെയ്യാൻ പറ്റുന്നത് കോഴിക്കോട് നിന്ന്, അല്ലെങ്കിൽ തിരുവനന്തപുരത്താണ് ചെയ്യാൻ പറ്റുന്നത് തിരുവനന്തപുരത്ത്, അങ്ങനെ എല്ലാ ഓഫീസുകളുമായി നല്ല ബന്ധം പുലർത്തി അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇദ്ദേഹം പറയുന്നത് പോലെ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ആവശ്യങ്ങൾ എന്താണോ ആ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ഉദ്യോഗസ്ഥന്മാരെ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് ആ കാര്യങ്ങൾ സാധിപ്പിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുകൊടുക്കുന്ന ഒരു പ്രവണത ഒരു രാഷ്ട്രീയക്കാരൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒപ്പം ചെയ്തുകയാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. AS മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. CH കുഞ്ഞമ്പു MLA അനുസ്മരണ പ്രഭാഷണം നടത്തി. സത്യത്തിൽ എല്ലാവരെയും വേദനിപ്പിച്ച, വല്ലാണ്ട് വിഷമിച്ച ഒരു ഘട്ടമുണ്ട്. കാരണം 11 ലീഗ് മാറി നിന്നാലും 11 വൈസ്-ചെയർമാനാവാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ ആരും ഒരാൾ ചതിച്ചു, ആരും പറയാൻ പറ്റും, ആരും ഒരാൾ ചതിച്ചു. ആ ഒരു സന്നിഗ്ധാവസ്ഥ അഥവാ നടക്കാൻ പാടില്ലാത്തൊരു സംഭവം നടന്നപ്പോൾ INL വൈസ്-ചെയർമാൻഷിപ്പ് നഷ്ടമായി. ഒരുമിച്ച് മത്സരിച്ചുണ്ടാക്കിയ മുന്നേറ്റം ആ ഒറ്റ സംഭവത്തിലൂടെ അതിന് കടുത്ത മങ്ങലേറ്റു, വിശ്വാസം നഷ്ടപ്പെട്ടു, പരസ്പരം ആരോപണങ്ങളും കുറ്റാരോപണങ്ങളും ഉന്നയിക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ 5 കൊല്ലക്കാലം ഭരണം തുറന്നുപോയി. കൊപ്പൽ അബ്ദുള്ള നന്നായി സഹകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയത്. ഏതായാലും കൊപ്പലിൻ്റെ ആഗ്രഹം നടക്കാറില്ല. പക്ഷെ അന്നും അതിന് മുമ്പും അതിനുശേഷവുമല്ല, കൊപ്പൽ മരണപ്പെടുന്നത് വരെ അദ്ദേഹം മുസ്ലിം ലീഗുകാരനായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും ഇടതുപക്ഷ സഹയാത്രികനായിട്ടാണ് ഞങ്ങൾ പലപ്പോഴും അദ്ദേഹത്തെ കണ്ടത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിർണായക ഘട്ടത്തിലും അവിടെ കൊപ്പൽ അബ്ദുള്ള ഉണ്ടാവും. ഷാഫി തെരുവത്ത് കൊപ്പൽ അബ്ദുള്ള സ്മരണിക പ്രഖ്യാപനം നടത്തി. PA അഷ്റഫ് അലി, കുട്ടിയാനം മുഹമ്മദ് കുഞ്ഞി, അഷ്റഫ് അലി ചേരങ്കൈ തുടങ്ങിയവർ സംസാരിച്ചു. TM മുഹമ്മദ് അസ്ലം അടുക്കത്തുബയൽ, ജമാൽ പൈക്ക, NA ഇക്ബാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. CL ഹമീദ് സ്വാഗതവും സിദ്ദീഖ് ചേരങ്കൈ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.